ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഈ വർഷം നിങ്ങളെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഈ സബ്ജക്റ്റ് വളരെ നല്ലൊരു സബ്ജക്റ്റാണ്, വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇതിൽ 9 ചാപ്റ്ററൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഇത് പഠിക്കാൻ വളരെ ഈസിയാണ്. വളരെ ഈസി എന്ന് വെച്ചാൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇതിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും, ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം ഇതിൽ നിങ്ങളുടെ നോക്കി നോക്കൂ, ചാപ്റ്റർ 3 മോട്ടിവേഷൻ, ചാപ്റ്റർ 4, ചാപ്റ്റർ 5, ഈ മൂന്നും നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് കോൺസെപ്റ്റിൽ പഠിച്ചതാണ് മോട്ടിവേഷൻ തിയറീസ്. പിന്നെ ഗ്രൂപ്പ് ഫോർമേഷൻ്റെ ബേസിക് കാര്യങ്ങൾ, ഗ്രൂപ്പ് ഫോർമേഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ലീഡർഷിപ്പിൻ്റെ കുറേ ടൈപ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ 2 ചാപ്റ്ററാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഇൻട്രസ്റ്റിംഗ് കൂടിയാണ്. നമ്മുടെ പേഴ്സണാലിറ്റിയും അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ പേഴ്സണൽ ട്രൈറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ വാട്ട് ഈസ് പെർസെപ്ഷൻ, പിന്നെ ഹൗ ടു ലേണിംഗ് കർവ്, എന്താ സോഷ്യൽ ലേണിംഗ്, അങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അതേപോലെ സ്ട്രെസ് മാനേജ്മെൻറ്റ്, എങ്ങനെ സ്ട്രെസ് എങ്ങനെയാണ്, അതിൻ്റെ ടൈപ്പൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുക, വർക്ക് സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യുക. ദെൻ കോൺഫ്ലിക്റ്റ്, എന്താ കോൺഫ്ലിക്റ്റ്, ഇൻ്റർ കോൺഫ്ലിക്റ്റ് എന്താ, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ് എന്താണെന്ന്, ഓർഗനൈസേഷൻ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ നല്ല രസമുള്ള സബ്ജക്റ്റാണ് OB എന്ന് പറയുന്നത്. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടും പഠിക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാ പരീക്ഷകളും എളുപ്പമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, പരീക്ഷ എഴുതി നന്നായി എഴുതാൻ കഴിഞ്ഞു എന്ന്. ഓക്കെ, നിങ്ങളുടെ ഒരുപാട് കുട്ടികളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു, പഠിപ്പിച്ച കുറേ കുട്ടികളൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു, ചിലരൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവാം, കുറേ പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഞാനിവിടെ നന്നായിട്ട് സുഖമായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എൻ്റെ ടീച്ചിങ് മെത്തേഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓഡിയോ ആയിരിക്കും, ഓഡിയോ മീൻസ് വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓഡിയോ ആയിരിക്കും, PPT ആയിരിക്കില്ല. ഞാൻ നിങ്ങളുടെ മെറ്റീരിയൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഞാൻ PDF ആയിട്ട് അയച്ചു തരും. പിന്നെ ഞാൻ യൂട്യൂബിൽ വോയിസ് ഇടും. കാരണം യൂട്യൂബിൽ വോയിസ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോ മോഡിൽ യൂട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഡ്രൈവ് നിറയില്ലല്ലോ, അപ്പോൾ യൂട്യൂബിൽ അത് എപ്പോഴും ഉണ്ടായിരിക്കും. ദെൻ PDF എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും. ആർക്കൊക്കെയാണ് ഞാൻ ക്ലാസ് റൂമിൽ കയറാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ വാട്സാപ്പായിട്ട് അയച്ചു തരാം. നിങ്ങൾ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് അയച്ചു തരണം. ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. സിലബസ് വളരെ സിമ്പിളാണ്, നല്ല മാർക്ക് വാങ്ങിക്കാം. ചെറിയൊരു ടെക്സ്റ്റ് ബുക്കാണ്, യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഡോക്ടർ വിനോദ് സാറും അബ്ദുൽ അസീസ് കോരോത്തരുടെയും ടെക്സ്റ്റ് ബുക്കാണ് ഉള്ളത്. BBക്ക് വേണ്ടി മാത്രമായിട്ടൊരു ബുക്ക് ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്ക് മതിയാവും. നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമുള്ള സബ്ജക്റ്റാണ്. എല്ലാവരും നന്നായി പഠിക്കണം, വളരെ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കണം. നമുക്കിത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഉപകാരമായി. അങ്ങനെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മെറ്റീരിയൽസ് ഞാൻ ഓൺലൈൻ മോഡ്സിലെല്ലാ മെറ്റീരിയൽസും ലിങ്ക് വഴിയും സ്ക്രീൻഷോട്ട് വഴിയും PDF വഴിയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. ടെക്സ്റ്റ് ബുക്കിൻ്റെ മെറ്റീരിയൽ എടുക്കുന്ന പോർഷൻസ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് സ്കാൻ ചെയ്ത് അത് PDF ആക്കി അയച്ചു തരാം. കാരണം സോഫ്റ്റ് കോപ്പി പ്രിൻറ്റഡ് വേർഷൻ മാത്രമേ ഉള്ളൂ, സോഫ്റ്റ് കോപ്പി ഒന്നും അവൈലബിൾ അല്ല ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ. അതുകൊണ്ട് അത് പ്രിൻ്റ് എടുത്തിട്ട് അത് ഞാൻ സ്കാൻ ചെയ്ത് PDF ആയിട്ട് അയച്ചു തരാം. പിന്നെ വോയിസ് നിങ്ങൾക്ക് യൂട്യൂബിലും കേൾക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വോയിസ് കേൾക്കുന്ന മുമ്പായിട്ട് മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മെറ്റീരിയൽ നിങ്ങൾക്ക് ആദ്യം കിട്ടും. അപ്പോൾ മെറ്റീരിയൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ വോയിസ് കൂടി കേൾക്കുമ്പോൾ ക്ലിയർ ആയിരിക്കും. ചിലത് ഞാൻ ഡയറക്റ്റായിട്ട് സൈറ്റിൽ നിന്ന് എടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെയും കിട്ടും. എന്തായാലും നമുക്ക് ഈ വർഷം ഈ ഒരു സബ്ജക്റ്റാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതോട് കൂടിയിട്ട് നിങ്ങളുടെ ഇയർ കഴിയും. അപ്പോൾ എന്തായാലും ഒരു സെമ്മിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല, ഈ സെമ്മിൽ എന്തായാലും എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. എല്ലാവർക്കും എന്താ പറയുക, എല്ലാ വിശ്വാസവും നൽകുന്നു. ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ നിങ്ങൾക്ക് കോളേജ് ലൈഫ് കഴിയാൻ. ഇങ്ങനെയൊക്കെ അവസാനം ആവുമ്പോഴത്തേനും കോളേജ് തുറക്കാൻ പറ്റും, നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ സബ്ജക്റ്റിന് ഇൻട്രൊഡക്ഷൻ തരാം. ഇന്ന് ഞാൻ സിലബസിന് ഇൻട്രൊഡക്ഷനാണ് നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ബുക്കിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി ക്ലാസ് ഇങ്ങനെ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ മെറ്റീരിയൽ ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ വേറെ രീതിയിൽ ഒന്നുകൂടിയും സ്കാൻ ചെയ്തിട്ട് അയച്ചു തരാം, അങ്ങനെ വല്ല കേസസ് ഉണ്ടെങ്കിൽ. പക്ഷെ PPTയിലേക്ക് ഞാൻ പോകുന്നുണ്ടായിരിക്കില്ല, അതൊരു എനിക്ക് ഫീൽ ചെയ്യാത്തത് കൊണ്ടാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും വോയിസിൻ്റെ ഡിസ്റ്റർബൻസോ നോയ്സ് റിഡക്ഷൻ എന്തെങ്കിലും മെത്തേഡ്സ് വേണമെങ്കിൽ ചെയ്യാം. സ്ക്രീൻ റെക്കോർഡിംഗ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.